പനയമ്പാടം അപകടത്തിന് പിന്നാലെ കളക്ട്രേറ്റിൽ യോഗം. റോഡ് നിർമ്മാണത്തിൽ പിഴവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കും. അപകടം ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനം നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പനയമ്പാടത്തെ റോഡിന്റെ പ്രശ്നം ചർച്ച ചെയ്യാനും പരിഹാര നടപടികൾ സ്വീകരിക്കാനുമായാണ് കളക്ടറേറ്റിൽ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. PWD, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗമാണ് നടന്നത്. റോഡിന്റെ വളവ് നിവർത്തുന്നത് ഉൾപ്പെടെയുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ടുവച്ചത്. റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം കേന്ദ്രത്തെ അറിയിക്കും. അപകടം ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കും. ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തതായും മന്ത്രി പറഞ്ഞു. ഓരോ ദിവസം ചെയ്യേണ്ടത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് സാങ്ഷൻ കിട്ടേണ്ടതാവും. അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാത്ത പണികളെല്ലാം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കും. കേന്ദ്രത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കേന്ദ്രത്തിന് അഭ്യർത്ഥിക്കും. അത് മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്, എത്രയും ആക്സിഡൻ്റായി, ഇനിയൊരു മരണം അവിടെ നടക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ വന്നാലേ നമുക്കതിൻ്റെ വേദന അനുഭവിക്കുള്ളൂ. ഇനിയൊരു മരണം വരാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാം. അല്ല, ആദ്യം ഇന്നിപ്പോൾ സ്പീഡ് നിയന്ത്രിക്കാൻ പോലീസ് വളരെ ശക്തമായിട്ടുണ്ട്. നാളെ ഓരോ വർക്കും ചെയ്യാനുള്ളൊരു സമയം വേണമല്ലോ. നാളെ ചെയ്യേണ്ടത് എന്താണ്, മറ്റന്നാൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളൊരു തീരുമാനം. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ആദ്യം സ്വീകരിക്കാനാണ് യോഗ തീരുമാനമെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA, ജില്ലാ കളക്ടർ ഡോക്ടർ KS ചിത്ര, ജില്ലാ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള R ആനന്ദ് ഉൾപ്പെടെയുള്ള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സേഫ്റ്റി ഓഡിറ്റ് കമ്മിറ്റി അടുത്ത ദിവസം തന്നെ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയും യോഗത്തിൽ നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അടിയന്തരമായി നടപ്പിലാക്കാൻ കഴിയുന്നവ ഏതൊക്കെയെന്ന് പരിശോധിക്കുകയും ചെയ്യും. തുടർന്ന് വരുന്ന പ്രവൃത്തി ദിനത്തിൽ വീണ്ടും യോഗം ചേർന്ന് അവ നടപ്പിലാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും. UTV ന്യൂസ്, പാലക്കാട്.